ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പച്ചടി പൊരിച്ചിട്ടുള്ള നെയ്പ്പത്തിലാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പച്ചടി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ഓവനായിട്ട് ഞാൻ അത് കുതിർത്തി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് രാവിലെ ചെയ്തിട്ട് പച്ചടി നന്നായിട്ട് കഴുകിയെടുത്തു, ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തു. എന്നിട്ട് ചെറിയ മിക്സഡ് ചെറിയ ജാറിലേക്ക് ഒരു 8-10 ചെറിയ ഉള്ളിയും പിന്നെ ഒരു പെരിഞ്ചീരകവും, ഒരു സ്പൂൺ പെരിഞ്ചീരകവും, തേങ്ങ വേണമെങ്കിൽ ചേർക്കാൻ, തേങ്ങ ചേർത്തിട്ടില്ല. പിന്നെ പച്ചരി, നമുക്ക് ആവശ്യത്തിനുള്ള പച്ചരിയുടെ അതിനകത്തേക്ക് ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ചേറെ വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകണ്ട, ഒരു തരിതരി പോലെ ഉണ്ടാവണം. അതുപോലെ കണ്ടില്ല, തരിതരിയായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും പിന്നെ ഒറോട്ടിയുടെ പൊടിയാണ് ചേർക്കുന്നത്. ഒറോട്ടിപ്പൊടി, അതായത് പത്തൽ പൊടി എന്നൊക്കെ പറയും. നമ്മുടെ ഇടിയപ്പപ്പൊടി ചേർത്താലും മതിയാവും കേട്ടോ. നല്ല നൈസ് പൊടി ചേർക്കണം, അത്രയും നല്ലത്. നന്നായിട്ട് പൊടിയോടും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക. എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്താണ് പൊരിക്കേണ്ടത്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അത് കൈ വെച്ച് തന്നെയാണ് നമ്മൾ പരത്തി എടുക്കണം. കുറച്ച് കട്ടിക്ക് പരത്തി എടുക്കണം കേട്ടോ. കുറച്ച് കട്ടിക്ക് പരത്തി എടുത്താലേ നമുക്ക് നല്ല ആയിട്ട് പൊന്തി വരുള്ളൂ. നല്ല ബോൾ പോലെ പൊന്തി വരും. അതുപോലെ പറഞ്ഞാൽ കുറച്ച് കട്ടി വേണം. ആ കട്ടിയും കാണിച്ചു തരാം. അതുപോലെ കട്ടിയായിട്ട് വന്നിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തേക്ക്, നല്ല തിളച്ച എണ്ണയ്ക്കകത്തേക്ക് ഇടണം. കറക്റ്റ് നമുക്ക് തീയെ നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് എന്തല്ല, തീയുടെ ചൂട് ഭയങ്കര കാര്യമായിട്ടുള്ള കാര്യമാണ്. എന്നാലേ പൊന്തി വരുള്ളൂ. പൊന്തി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒരു മിനിറ്റോളൊക്കെ എടുക്കുക നമുക്ക് നെയ്പ്പത്തിലൊന്ന് പൊന്തി വരാൻ വേണ്ടി. നെയ്പ്പത്തിൽ പൊന്തി വന്നാലും കുറച്ച് നേരം നമ്മൾ അങ്ങനെ തന്നെ വിടുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിടരുത്. പൊന്തി വന്ന് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് അതൊന്ന് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് അത് മറിച്ചിടാം. പിന്നെ നമ്മൾ പച്ചരി നന്നായിട്ട് അരയ്ക്കാത്തതുകൊണ്ട് തന്നെ പച്ചരിയുടെ ഒരു തരി പോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ടാവും കേട്ടോ. കണ്ട, നമ്മളൊന്ന് ഒരു ഇതായി കഴിഞ്ഞിട്ട് പിന്നെ ആക്കുള്ളൂ. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം അതിൻ്റെ ഇത് പാകം എങ്ങനെയാണ്. കൈയിട്ട് നന്നായിട്ടൊന്ന് ഞാൻ കുറച്ച് ആ ചൂടെണ്ണയില്ല അതിൻ്റെ അകത്തൊന്ന് മുക്കി ഒന്ന് ഇതാക്കി എടുക്കും. എന്നിട്ട് പരത്തി എടുക്കും. അതിൻ്റെ കട്ടി ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഒരു ഭയങ്കര നൈസായിട്ട് പരത്തി കഴിഞ്ഞാൽ അത് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, പൊരിച്ച പത്തിരിയുടെ അത്രയൊന്നും കട്ടി വേണ്ട, എന്നാൽ ഒരു ചെറിയൊരു കട്ടി വേണം. അപ്പോൾ എണ്ണയുടെ തീ നോക്കുക. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് കറക്റ്റ് 1 മിനിറ്റോ 1.5 മിനിറ്റൊക്കെ എടുക്കുന്നുണ്ട് അതൊന്ന് പൊന്തി വരാൻ വേണ്ടി. പൊന്തി വന്നു കഴിയുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മറിച്ചിടുക. അതാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എൻ്റെ സൈഡിൽ തന്നെ ഞാൻ ഇതിനും വെക്കുന്നുണ്ട്. ഇറച്ചിക്ക് ചിക്കൻ കറിക്കും വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ആയിക്കഴിഞ്ഞിട്ട് നെയ്പ്പത്തിനും ചിക്കൻ കറിയും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ആ പച്ചരിയുടെ തരി കാണുന്നുണ്ട്, കണ്ടോ? അതിൻ്റെ അകത്തുണ്ടോ വൈറ്റ് കളറിൽ കാണുന്നത്? അങ്ങനെ കാണുമ്പോഴാണ് നെയ്പ്പത്തിന് നല്ല പെർഫെക്റ്റായിട്ട് വന്നത് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.